നിങ്ങൾ നോക്കി, ഈ വോർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മിനായിലെ എലിമെന്ററി സ്കൂളിലേക്ക് ആദ്യം മിസൈൽ തൊടുത്തുകൊണ്ടാണ്. ആദ്യം ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുകയാണ്. അതായത് 7 തൊട്ട് 12 വയസ്സ് വരെയുള്ള പെൺകുഞ്ഞുങ്ങൾ, ഈ കുഞ്ഞുങ്ങൾ ആദ്യം രക്ഷപ്പെടുകയാണ്. അത് ഇവന്മാരെ സാറ്റലൈറ്റ് വഴി കണ്ട് പീറ്റ് ഹെക്സസിന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും ആക്രമിച്ച് ഈ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. അതായത് ബാൽ എന്ന പിശാചിന് വേണ്ടിയുള്ള നരബലിയോടെയാണ് ഇവന്മാർ ഈ വാർ ആരംഭിക്കുന്നത് തന്നെ. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു സൈഡില് ഇതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ചോര കുടിച്ച് അവരെ റേപ്പ് ചെയ്ത് അവരെ കൊന്നു തിന്നുന്ന നരഭോജികളായ മനുഷ്യർ, യാതൊരു മനുഷ്യത്വമോ നീതിബോധമോ മര്യാദയില്ലാത്ത കുറെ മനുഷ്യർ. അവരുടെ കയ്യിലാണെങ്കിൽ ഇഷ്ടംപോലെ പണവും അത്യാധുനികമായ ആയുധങ്ങളും. ലോകത്തിന്റെ മറുസൈഡിലുള്ള മനുഷ്യരെങ്ങനെയാണ്, അവരെങ്ങനെ ആവണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നോർത്ത് കൊറിയ. നോർത്ത് കൊറിയ അവർ പറഞ്ഞു, ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ പ്രതികരിക്കുക ആണവായുധം വഴിയാണ്. അപ്പം ഈ അടുത്തിടയ്ക്ക് ഇസ്രായേല് നോർത്ത് കൊറിയൻ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു. നോർത്ത് കൊറിയ എന്താണ് പറഞ്ഞ മറുപടി? കിം ജോങ് ഉൻ പറഞ്ഞത്, ഞങ്ങൾ ഇസ്രായേലിനെ ന്യൂക്ക് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ടെന്ന്. അത് കേൾക്കാത്ത പാതി ജൂതന്മാര് കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഓടി. ഇതാണ് മറുപടി. നിങ്ങൾക്ക് ആണവായുധം ഉൾപ്പെടെയുള്ള സർവ്വ സജ്ജീകരണം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിജീവിക്കും. നിങ്ങളുടെ തലമുറകൾ ബാക്കിയുണ്ടാകും. ഇല്ലെങ്കിൽ യുവന്മാർ നിങ്ങളെ തുടച്ച് നീക്കും. നിങ്ങളുടെ അടയാളങ്ങൾ പോലും ബാക്കിയുണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ച്, ഭാരതീയരെ സംബന്ധിച്ച് എന്തായാലും ഭാഗ്യം നമുക്ക് ആണവായുധം ഉണ്ട്.